സ്വാഗതം. ഗുഡ് ഈവനിംഗ് ഗൾഫിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈസ്റ്റർ ആണ്, അറിയായിരുന്നു? അതെ അതെ, വെള്ളിയാഴ്ച കഴിഞ്ഞു, പിന്നെ ശനിയാഴ്ച കഴിഞ്ഞു, അടുത്ത ഈസ്റ്ററായി. അതിന് മുമ്പ് ഒരു വിഷു ഉണ്ടായിരുന്നു, വിഷുവും കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും വിഷുവിന്റെ കോസ്റ്റ്യൂമിൽ തന്നെ നിൽക്കുകയാണ്. വിഷുവിന്റെ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. എനിവേ, ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഗസ്റ്റ് വിനീത അല്ലേ? വിനീത. എന്താ പറയുക, വിനീസൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഹസ്ബൻഡിന്റെ പേര് സന്തോഷാണ്, അതൊന്ന് ചുരുക്കി സാൻ ആക്കി വിനീസാൻ. വിനീസൻ. അപ്പൊ അങ്ങനെയാണോ എല്ലായിടും പറയുന്നത്? അല്ല, അങ്ങനെയല്ല, സേവ് ചെയ്ത് ഞങ്ങൾക്ക് അങ്ങനെയാണ് പറയാൻ താല്പര്യം, അതുകൊണ്ട് അങ്ങനെ ഇട്ടെന്ന് മാത്രം. വിനീസൻ. ഓക്കെ. അപ്പൊ അല്ലേ, ചിലത് ഇങ്ങനെ നമ്മള് അച്ഛനും ഇടുന്ന പേര് നമുക്കറിയത്തില്ല. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛനും അമ്മ ഇടുന്ന പേര് നമുക്കറിയത്തില്ല, പേരാണല്ലോ. വളർന്നു വരുമ്പോൾ പക്ഷേ ഈ പഴയ പേര് വേണ്ട അങ്ങനെ അതുകൊണ്ടാണോ ഇനി മൊബൈലിനകത്ത് ഇങ്ങനെ? അല്ല, എനിക്ക് എന്റെ പേരിലൂടെ ഇതുവരെ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല, പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ചോദിച്ചു, നല്ല വെറുതെ ചോദിച്ചു. അപ്പം വിനീത നാട്ടിലെവിടെയാണ്? നാട്ടില് എന്റെ സ്ഥലം ഗുരുവായൂരാണ്. ഗുരുവായൂരാണ്. ഇപ്പൊ കൂടുതൽ ഇങ്ങനെ തൃശ്ശൂര് ആ ഏരിയയിലുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. ഒരിടയ്ക്ക് വെച്ച് കുറച്ച് കൊല്ലംകാർ വന്നു. ആ കൊല്ലംകാർ വന്ന് ഒരു ദിവസം ഒരു കൊല്ലംകാർ, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം. ഇനി നാളെ മുതൽ തൃശ്ശൂർക്കാരായിരിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് ഐശ്വര്യം അതുപോലെ ആയിരിക്കട്ടെ. എനിവേ, ഇവിടെ എത്ര വർഷമായി വിനീത? ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞത് 2014 അവിടുന്ന് ഒരു വർഷത്തിന് ശേഷം പിന്നെ ഇവിടെ ഉണ്ട്. 15 മുതൽ ഇവിടെ ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു 10 വർഷത്തോളം ഉണ്ട്. ഓക്കെ. ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ജോബൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഹോം ബേക്കറാണ്. അത് ശരി. അത് തന്നെ നല്ല പണിയല്ലേ? നല്ലൊരു പണി തന്നെയാണ്. രണ്ട് കുട്ടികളുണ്ട്. പേരെന്തൊക്കെയാ? ഒരാള് മൂത്താള് സാവൻ, ചെറിയ ആള് സയാൻ. സാവനും സയ്യും ആൺകുട്ടികളാണ്, രണ്ട് ആൺകുട്ടികളാണ്. സയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെൺകുട്ടിയുടെ ഒരു സയാനാണ്. ഓക്കെ, സയാൻ. അപ്പൊ രണ്ടുപേർക്കും എത്ര പ്രായമൊക്കെ? രണ്ടുപേർക്കും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോ 8 വയസ്സ്, ഒരാൾക്ക് 5 വയസ്സ്. 5 വയസ്സ്. അപ്പൊ രണ്ട് സാവൻ അല്ലേ? സാവനും സാവൻ ആൻഡ് സയാൻ, ചക്കര ഉമ്മ. അപ്പം രണ്ടുപേർക്കും കൂടി എപ്പോഴും അമ്മമാരാകുമ്പോൾ മക്കൾക്ക് പാട്ടുകളൊക്കെ ഒരുപാട് പാടി കൊടുക്കുന്നത് അല്ലേ? അതെ അതെ. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പല അമ്മമാരുടെയും പാട്ട് പ്രാക്ടീസ് കുട്ടികളുടെ പാട്ട് പാടിയ പാട്ട് തന്നെ. ആ പാട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര സിഗ്നേച്ചർ സോങ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കും. പ്രത്യേകിച്ച് താരാട്ട് പാട്ടുകൾ അത് തന്നെ ആയിരിക്കും. എപ്പം പാടിയാലും ഒരു കുഞ്ഞിനെ ഉറക്കാനാണെങ്കിലും ആ പാട്ട് തന്നെ ആയിരിക്കും വായിൽ വരുന്നത്. അങ്ങനെ പാടിയിട്ടുള്ള ഏതെങ്കിലും? അങ്ങനെ പാടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് ഉണ്ണിവാവാണ്. ചെറിയ ആൾക്ക് പാട്ട് കേട്ടിട്ട് ഉറങ്ങാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ പാട്ട് തന്നെയാണ് ഡെയിലി പാടിക്കൊടുക്കാറുള്ളത്. അപ്പൊ അവർക്ക് അത് ഫേവറേറ്റ് സോങ്ങും ആയിരിക്കും. അതെ അതെ അതെ, ഫേവറേറ്റ് ആണ്. എന്തായാലും അത് കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരും പാടണം. എന്തായാലും സ്ഥിരം പാടുന്ന പാട്ടല്ലേ? ശ്രുതിയും താളവും ഒക്കെ നമ്മളൊന്നും നോക്കുന്നില്ല. അത് എന്തായാലും അത് കറക്റ്റ് ആയിരിക്കും. താളൊക്കെ എല്ലാ ദിവസവും പാടുന്നത് കൊണ്ട്. ആദ്യത്തെ പാട്ട് പൂമാനമേ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു എവർഗ്രീൻ ഹിറ്റാണത്. കാര്യം മമ്മൂട്ടിയും സുമലതയും കൂടെ അഭിനയിച്ച ആ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പൊ അതിന്റെ ഒരു റീമേക്ക് വേർഷനൊക്കെ ഇറങ്ങി. എന്നാലും നമുക്ക് ആ നിറക്കൂട്ടിലെ ആ സുമലത വൈറ്റ് സാരി, പുതിയ പാട്ട് ഇറങ്ങിയാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ആ പഴയ സീൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക. ഒരു വൈറ്റ് സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പടം വരയ്ക്കുന്ന അതൊന്നും നമുക്ക് മറന്നു. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകളിലൊക്കെ എടുക്കുകയാണെങ്കിൽ പലതും നമ്മൾ മറന്നു പോകും സീൻസ് ഒക്കെ. അന്നത്തെ കാലത്തെ പാട്ടൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ അതേപോലെ തന്നെ പാട്ടുകൾ നിൽക്കുകയാണ്. അപ്പോൾ ഇനിവേ നന്നായിട്ട് പാടി. താങ്ക് യു. അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഏത് പാട്ടാ? അടുത്ത പാട്ട് നമ്മുടെ നീലത്താമര ഫിലിമിലെ അനുരാഗ് വിലോചനൻ. ഒറ്റയ്ക്കാ പാടുന്ന? അതെ, ഒറ്റയ്ക്ക്. ഒറ്റയ്ക്ക് ഡുവറ്റ് സോങ് ഞാൻ ഒറ്റയ്ക്ക് പാടാൻ പോവാണ്. ഓക്കെ. വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. 17 പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാ
രാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം പുഴയും മഴയും തഴുകും സിരയിൽ ഉലകം പതിവായി നിറയെ മനസ്സിൻ നടയിൽ നിരിയായി നീയും മറന്നോ നീ നീലമലരേ നാണം പൂത്തു പൂത്തു കൊഴിയേ ഈണം കേട്ടു കേട്ടു കഴിയേ രാവോ യാത്ര പോയി തനിയേ അകലേ രാക്കടമ്പിൻ ഗന്ധമോടെ രാക്കിനാവിൻ ചന്തമോടെ വീണ്ടും ചേരില്ലേ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം ഇതിനകത്ത് ഒരു തിടുക്കം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഞാൻ ആരും ഒന്ന് പാടിയാലും ഞാനത് നോട്ടീസ് ചെയ്യും കേട്ടോ. ഒരു കൊഞ്ചിയാണ് ഒരു തിടുക്കം അങ്ങനെ പാടുന്നത്. ഞാനതിങ്ങനെ എക്സ്പെക്ട് ചെയ്തു ഇപ്പോൾ പാടും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പാട്ടെടുത്ത് ഡ്യുവറ്റ് സോങ് എടുത്ത് ഒരാൾ ഒറ്റയ്ക്ക് പാടുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു ബ്രീത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ നന്നായിട്ട് ബ്രീത്തിങ്ങിന്റെ പ്രശ്നം നല്ലോണം വരും രണ്ടും. പക്ഷെ നന്നായിട്ട് പാടി. സാധനം കാര്യം ക്ലിക്കായി. ആ ഒരു ചെറിയൊരു സംഗതി ഒഴിച്ചാല് കാര്യം അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അവിടെ ഒരു അതിനകത്ത് ആരത് പാടിയേക്കുന്ന ആരായിരുന്നു? ശ്രേയ പാട്ട് പാടിയതല്ല അതാ നമ്മുടെ ശ്രേയ ഘോഷാലും ശ്രേയ ഘോഷാല് ശ്രീകുമാർ സാറുമാണ് പാടിയത്. ഡുവറ്റ് ആണല്ലോ. എൻ ജി ശ്രീകുമാർ അല്ല കേട്ടോ, വേറെ ശ്രീകുമാറാണ്. അതെ അതെ വേറെ ശ്രീകുമാറാണ്. ശ്രേയ ഘോഷാല് അവിടെ കൊണ്ടുവന്നൊരു ചെറിയൊരു ഒരു ഒരു എന്താണ് ഒരു കൊഞ്ചിയാണ് ആ ഒരു തിടുക്കം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഭയങ്കര ഒരു ബ്യൂട്ടി. ഞാനിങ്ങനെ ഇപ്പൊ പാടും വിചാരിച്ചിരുന്നു. പക്ഷേ അഫ്കോഴ്സ് ഒരാള് ഒറ്റയ്ക്ക് പാടിയ ഡ്യുവറ്റാണ്, ഒറ്റയ്ക്ക് പാടിയതാണ്. അപ്പം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നല്ല പാട്ടാണ്, നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പാട്ടാണ് അത്. പിന്നെ നമ്മൾ സ്റ്റേജിലൊക്കെ പാടാനും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് തവണ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ. എനിവേ ഹസ്ബൻഡിന്റെ കാര്യം ചോദിച്ചില്ല. ഹസ്ബൻഡിന്റെ പേര് സന്തോഷ്. പകുതി ഷോർട്ടാക്കിയ ബാക്കിയാണ് ഇവിടെ അല്ലേ? അതെ അതെ ഡിസൈനറാണ്, ഷാർജയിൽ തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ജില്ലയിൽ നിന്ന് വന്ന ആ ജില്ലക്കാര് മൊത്തം ഒരാഴ്ച ഉണ്ടാവും. എഞ്ചിനീയേഴ്സ് വന്ന ആ ഒരാഴ്ച മൊത്തം എഞ്ചിനീയേഴ്സ് ആയിരിക്കും. അത് കോയിൻസിഡൻസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇപ്പൊ റീസെന്റ് കുറച്ച് ആൾക്കാർ ഡിസൈനേഴ്സ് അങ്ങനെയാണ് വരുന്നത്. ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, ഒന്നീ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അങ്ങനെ ഡിസൈനേഴ്സ്, അങ്ങനെ ഒരു ഭയങ്കര കോയിൻസിഡൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇന്നൊരു പാട്ട്, ഇന്ന് ഈ പാട്ട് ഇപ്പം വിനിത പാടിയെന്ന് വെക്കാം, ചിലപ്പോൾ ഇനി 2-3 ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും ഈ സെയിം പാട്ട് അതേപോലെ ആരെങ്കിലും ഒരാൾ റിക്വസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാട്ട് ആ ആഴ്ചയിൽ ഞാൻ പറയാറില്ല കേട്ടോ, അവരോട് പറഞ്ഞ അവര് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ആ വീക്കില് ആരെങ്കിലും ഒരാൾ പാടിയിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു കോയിൻസിഡൻസ് ഉണ്ട് ഈ സ്റ്റുഡിയോയ്ക്ക്. എനിവേ നന്നായിട്ട് പാടി കേട്ടോ. പാട്ടിലേക്ക് പോയാലോ? അപ്പോൾ ഏത് പാട്ടാ? അടുത്ത പാട്ട് രാജഹംസമേ. ചമയം നമ്മുടെ ദേശീയ ഗാനമാണ്.
നിമിഷമേഘമായി ഞാൻ പെയ്തു തോർന്നിടാം. നൂറായിരം ഇതളായി വിടരുവാൻ ജന്മം യുഗമായി നിറയാൻ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? എവിടെ എൻ്റെ സ്നേഹഗായകൻ? ഓ രാജഹംസമേ. ആദ്യത്തെ പാട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ പാട്ട് നന്നായിട്ട് പാടി, പക്ഷേ ആ ഒരു പേടിയും ടെൻഷനും ഒക്കെ അങ്ങോട്ട് പറഞ്ഞത് സെക്കൻഡ് പാട്ടോട്ട് അങ്ങോട്ട് ടേക്ക് ഓഫ് ആയിരുന്നു. നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകളിൽ ഒന്നാണിത്, ഈ രാജഹംസമേ എന്നുള്ള പാട്ട്. ഇവിടെ ഒരുപാട് സിംഗേഴ്സ് വന്ന്, ഫീമെയിൽ സിംഗേഴ്സും മെയിൽ സിംഗേഴ്സും സാധാരണ ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നറിയോ? ഫീമെയിൽ പാടുന്നത് അല്ലല്ല, ഫീമെയിൽ സിംഗേഴ്സ് വന്ന് മെയിൽ സിംഗേഴ്സിന്റെ പാട്ടെടുത്ത് പാടും, പക്ഷെ മെയിൽ സിംഗേഴ്സ് പാടത്തില്ല. അവർക്ക് ഈ കാർമുകിൽ വർണ്ണനോ അല്ലെങ്കിൽ ഈ പാട്ടോ ഒന്നും പാടാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ കുറെ പാട്ടുകളുണ്ട്. പക്ഷെ ഫീമെയിൽ സിംഗേഴ്സ് വന്ന് മെയിൽ സിംഗേഴ്സിന്റെ പാട്ട് പ്രമോദവനും ഒക്കെ പാടുന്നവരുണ്ട് കേട്ടോ. അപ്പോഴും അത്ഭുതം തോന്നും ശരിക്കും പറഞ്ഞു, നന്നായിട്ട് പാടുന്നവരുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ഷൈമ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, എൻ്റെ ഗുരുവായിരുന്നു ആദ്യകാലത്ത്. ചേച്ചിയൊക്കെ ഗംഗയൊക്കെ പാടാറുണ്ട്, അസാധ്യമായിട്ട് പാടും. ചില ഫീമെയിൽ സൗണ്ട് അതിന് മെയിലിന് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും മെയിലിൻ്റെത് ഫീമെയിൽസിനെ പാടാൻ കുറച്ചുകൂടെ നന്നായിരിക്കും. ഫീമെയിൽ സിംഗേഴ്സ് എല്ലാ പാട്ടും നമുക്ക് പാടാൻ പറ്റത്തില്ല, മെയിൽ പാടുന്ന പാട്ട്. പക്ഷേ ഈ ഹരിമുരളി രവിയും ഒക്കെ എടുത്ത് പാടുന്ന പറഞ്ഞാൽ അതൊന്നും നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം നല്ലൊരു ഡെഡിക്കേഷൻ കൊടുത്തിട്ട് കഷ്ടപ്പെട്ടൊന്ന് പഠിച്ച്. പക്ഷേ ചില പാട്ടുകൾ ആണുങ്ങൾ തന്നെ പാടുന്നതാണ്. പാടിയ പാട്ട് കേൾക്കാൻ രസം ആണുങ്ങളുടെ വോയിസിൽ തന്നെ. ഒരു കോൾ ഉണ്ട് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ് ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ വേണു. ഹലോ നമസ്കാരം. കേൾക്കണില്ലേ? നമസ്കാരം. ഹലോ, കോള് കണക്റ്റ് ആവുന്നില്ല എന്ന് തോന്നട്ടോ. ഹലോ, കേൾക്കാമല്ലോ. വേണു അല്ലേ? ഇതാണ് കുഴപ്പം കണ്ടോ, വേണുവിന്റെ വോയിസ് പതുക്കെ 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 വരുള്ളൂ സ്റ്റുഡിയോയിലോട്ട്. അല്ലേ വേണു? ചില വോയിസ് ഒക്കെ ഉണ്ടല്ലോ, ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ പിടിച്ച് വരുമ്പോൾ വേണുവിന്റെ വോയിസ് ഓട്ടോ എന്ന് പറയാനും പറ്റത്തില്ല. സൈക്കിളിലാണ് ചവിട്ടി വരുന്നത്, സൈക്കിളിൽ ചവിട്ടിയാണ് വരുന്നത്. സ്ലോ ആയിട്ടാണല്ലേ. എന്തുകൊണ്ട് വേണ്ട വിശേഷം? നമുക്ക് സുഖമാണോ? ഒത്തിരി നാളായല്ലോ വിളിച്ചിട്ട്. ചുമയൊക്കെ അസുഖങ്ങളൊക്കെ മാറിയോ? ഞാൻ ഒന്നും ചോദിച്ചില്ല കേട്ടോ, ചിലപ്പോൾ അടുത്ത ചുമയായിരിക്കും. ഞാൻ ഒന്നും ചോദിച്ചില്ല, മിണ്ടിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, മാറിയെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. ചുമച്ചു തീർന്നു. എന്തോ ചുമ മാറിയില്ലേ ഇതുവരെ? കണ്ടോ ചുമയുണ്ട്. ഞാൻ ഒന്നും ചോദിച്ചില്ല. ചുമയുണ്ടെന്ന് ചേട്ടൻ ചുമച്ച് കാണിക്കണം. പറയോ വേണു വിശേഷങ്ങള്? നമ്മളിവിടെ വിനിതയുണ്ട്, സംസാരിച്ചോളൂ. ഹലോ ഹലോ വേണു ചേട്ടാ പറയൂ. നല്ല പാട്ടെന്ന്. ഓ താങ്ക് യു താങ്ക് യു. എന്തോ ഒന്നും പറയാനില്ല. ചുമയുണ്ടല്ലോ, ഇപ്പഴും ചുമയുണ്ടല്ലോ. ഒരുപാട് സംസാരിക്കണ്ട വേണോ, അസുഖമൊക്കെ മാറിയിട്ട് വിളിക്കൂ. ശരി, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ചേട്ടന് സംസാരിക്കാൻ പറ്റുന്നില്ല. ചുമയാണെങ്കിലും ചേട്ടൻ എന്തായാലും വിളിച്ചതിൽ താങ്ക് യു എന്തായാലും. അപ്പം ഈ ഒരു പാട്ട് നന്നായിട്ട് പാടി, പ്രത്യേകിച്ച് ഹൈ നോട്ട് അങ്ങ് പോയി അങ്ങ് നിന്നു, അവിടെ അടിച്ചു നിന്നു കേട്ടോ, നന്നായിട്ട് പാടി. താങ്ക് യു. ഞാനെപ്പോഴും പേടിക്കുന്ന ഒരു ഇതാണ്, പല സിംഗേഴ്സും വന്ന് പാടുമ്പോഴും അവിടെ അങ്ങ് എത്തണം വിചാരിച്ചോണ്ടിരിക്കും, അവരെക്കാളും ടെൻഷൻ എനിക്കായിരിക്കും. നന്നായിട്ട് പാടി. അടുത്ത പാട്ട് ഏതാണ്? അടുത്ത പാട്ട് നമ്മുടെ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി അതിലെ 17 പൂങ്കരളിൽ, അതും ഒരു ഡുവറ്റ് ആണ്. ഇതും എനിക്ക്
എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നല്ല രസമുണ്ട് എൻ്റെ റിതം. ഞാനും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അതുകൊണ്ട് ഡുവറ്റ് ആണോ എന്ന് നോക്കാതെ അങ്ങനെ സെലക്ട് ചെയ്ത കുറച്ച് പാട്ടുകൾ. അത് നമ്മുടെ കബീർ സാറും ശ്രേയ ഘോഷാലും പാടിയ പാട്ട്. കബീർ സാറിനെ അറിയോ? കബീർ സാറിന് അറിയില്ല. അബുദാബിക്കാരനാണ്, അബുദാബിയിലുള്ളതാണ്. ഇവിടെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒക്കെ കൂട്ടുകാരന് സുഹൃത്താണ്. മോഹൻ സിതാര സാറിന്റെ പാട്ടാണ്, അതിമനോഹരമായ പാട്ട്. ഓക്കെ, നന്നായിട്ട് പാടും. പാടിയിട്ട് വേണം ഇത് ഞാൻ പറയും, ഇങ്ങനൊരു പാട്ട് പാടിയെന്ന് പറയും. സാറിനോട് പറയാം. പാട്ട്. പറയൂ പറയൂ നീ
ബുദ്ധിമുട്ടാണ്. ഒരു കോൾ ഉണ്ട് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹാപ്പി ഈസ്റ്റർ. ആരാണ്? പേര് പറയൂ. എന്റെ പേര് സതീഷ് എന്നാണ്. ഞാൻ അബുദാബിയിൽ നിന്നാണ്. സതീഷ് ഫ്രം അബുദാബി. നമ്മുടെ അബുദാബിയിൽ നിന്ന് കുറേ നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു 7 എമിറേറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് അബുദാബിക്കാരാണെന്ന് പറയുന്നത്. ബാക്കിയെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരൊന്നും പിണങ്ങരുത് കേട്ടോ. സതീഷ് നാട്ടിലെവിടെയാണ്? മലപ്പുറംകാരനാണ്. ഓക്കെ. നമ്മുടെ കൂടെ ഇന്ന് വിനിതയുണ്ട്. വിനിതയോട് ജോയിൻ ചെയ്തോളൂ, സംസാരിച്ചോളൂ. ഹലോ സതീഷ് ചേട്ടാ, പറയൂ. നമസ്കാരം. പാട്ടുകളൊക്കെ കേൾക്കായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഓ, താങ്ക് യു. അപ്പോ ഇന്ന് ഈസ്റ്റർ അല്ലേ, അപ്പൊ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ട് ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ശ്രമിക്കാം. എല്ലാരും പറയുന്ന ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരമാണ്. ഞാനൊന്ന് ശ്രമിക്കാം. സതീഷ പാട്ട് പാടുവോ? സത്യം പറയണോ? ആണോ? അത് ശരി. അപ്പം സതീഷിന് ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞേ, പണി കൊടുക്കാനാ. അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ എനിക്കും പെട്ടെന്ന് മനസ്സിലൊന്നും പാട്ടുകൾ വരില്ലേ. ആണോ? ഏതെങ്കിലും ക്രിസ്ത്യൻ ഡിവോഷൻസ് എനിക്ക് അറിയുന്നത് പാടിയാൽ മതി. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് വിളിച്ചതിന് കേട്ടോ. ഓക്കെ. വൺസ് അഗൈൻ ഹാപ്പി ഈസ്റ്റർ. എല്ലാവരോടും അബുദാബിക്കാരോട് കാണുന്നവരോടൊക്കെ അനുജയുടെ അന്വേഷണം പറഞ്ഞു കേട്ടോ. രാകേഷ് എന്നൊരാൾ കാണുന്നുണ്ട്, എന്റെ കൂട്ടുകാരനാണ്. ഒന്ന് പറയാമോ, ഒരു വിഷയം പറയാമോ? രാകേഷ് അല്ലേ? എവിടെയുള്ള രാകേഷ്? അബുദാബി തന്നെയാണ്. കാര്യം എമിറേറ്റ്സ് പറയണം. ഇനി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ ഞാൻ ചോദിക്കും. കാര്യം എന്നറിയാം, ഇവിടെ ഒരുപാട് രാകേഷന്മാരുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എന്താണെങ്കിലും സതീഷ് അല്ലേ, സതീഷിന്റെ ഫ്രണ്ട് അബുദാബിയിലുള്ള രാകേഷിന് ഒരു ബിഗ് ഹായ് പറയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് സതീഷിന്റെ. പോരെ? താങ്ക് യു സോ മച്ച്. അപ്പം ഈസ്റ്റർ പ്രമാണിച്ച് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല, അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പം ഇതെല്ലാം ഓർക്കുമെന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നത് പ്രവാസികളാണ് എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളും ഓർത്തിരിക്കുന്നത് അല്ലെ? കുട്ടി എന്താണ് ആഘോഷിക്കുന്നതും കുട്ടി എന്താണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ പാട്ട് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. ഓക്കെ. എന്നാലും അറിയാവുന്നൊരു 4 വരി പാട്. ഞാൻ ഫോണിൽ പാടാം. ഏതാ? അല്ല, ഇപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്, അല്ലാതെ അങ്ങ് പാട്. നമ്മളിപ്പോ ഓണറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ ലൈൻസ് ഒന്നും എനിക്ക് ഏത് പാട്ടാണെന്ന് പറയും. ഇസ്രായേലി നാഥൻ. അത് 4 വരി കാണാറിഞ്ഞൂടാ. ഈ ഒരു സമയത്തുള്ള ടെൻഷൻ കൊണ്ടാണ് അറിയാത്തത്. കഴിഞ്ഞിട്ട് ഞാൻ ലിറിക്സ് തരാം. ഓക്കെ, ഞാൻ തരാം ലിറിക്സ്. അപ്പൊ ഏത് പാട്ട്? അടുത്ത പാട്ട് ഏതാണ്? അടുത്ത പാട്ട് ഇളമഞ്ഞൻ. നല്ല ചൂട് സമയത്താണ് ഇതൊക്കെ പാടുന്നത്. പുറത്ത് 45 ഡിഗ്രിയാ. വൈകുന്നേരം ആയതുകൊണ്ട് കുഴപ്പമില്ല, പ്രത്യേകിച്ച് കോർണിഷ് ആയതുകൊണ്ട് നല്ല കാറ്റുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഈ സമ്മറിലെടുത്ത് ഇളം മഞ്ഞില്ലേ, അതുകൊണ്ട് ഇളം മഞ്ഞാക്കി. നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്. പോരട്ടെ. ഓക്കെ. ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം, ഹൃദയമുരളിയിൽ പുളകമീള തൻ രാഗം, ഭാവം താളം, രാഗം ഭാവം താളം. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ, ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം, ഹൃദയമുരളിയിൽ പുളകമീള തൻ രാഗം, ഭാവം താളം, രാഗം ഭാവം താളം.
ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ ചിറകുടിഞ്ഞ കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ നിറമണിഞ്ഞ മനോജ്ഞമാ കവിത നെയ്ത വികാരമായി നീ എൻ്റെ ജീവനിൽ ഉണരൂ ദേവാ. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിൽ പുളകമേള തൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം. ചമയമാർന്ന മനസ്സിലെ ചാരു ശ്രീകോവിൽ നടകളിൽ ചമയമാർന്ന മനസ്സിലെ ചാരു ശ്രീകോവിൽ നടകളിൽ തൊഴുതുണർന്ന പ്രഭാതമായി ഒഴുകി വന്ന മനോഹരി നീ എൻ്റെ പ്രാണനിൽ നിറയൂ ദേവി. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിൽ പുളകമേള തൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം. ആരാ പാടിക്കുന്നത്? ജാനകിയമ്മല്ലേ പാടിക്കുന്നത്? അതെ അതെ ജാനകിയമ്മയുടെ പാട്ട് അടിപൊളിയായിട്ട് പാടി വിനീത. കാര്യം ചില പോർഷൻസ് ഉണ്ടല്ലോ, തിങ്സ് വരുന്ന പോർഷൻസ്, ജാനകിയമ്മയുടെ വോയിസ് വരണുണ്ട് ചില സമയം. നല്ല രസമായിരുന്നു കേൾക്കാൻ. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പല്ലവി. അടിപൊളിയായിരുന്നു. ആ ടേക്ക് ഓഫ് ഹൈ വരുമ്പോഴാണ് കേൾക്കാനുള്ള രസം. നന്നായിട്ട് പാടി. പല്ലവി അടിപൊളിയായിരുന്നു. അനുപല്ലവിയിൽ ചെറിയ എടുത്ത് ഞാനിപ്പം പാട്ടിനെ കുറിച്ച് പറയല്ല, പക്ഷേ നന്നായിട്ട് പാടിയ പോർഷൻസ് പറയണമല്ലോ. ചില തിങ്സ് വരുമ്പോൾ അങ്ങ് ജാനകിയമ്മയുടെ അങ്ങനെ ജാനകിയമ്മ പാടി വെച്ചതുപോലെ ഒരു നന്നായിട്ട് പാടി കേട്ടോ. നല്ല രസമാണ്. നമ്മൾക്ക് പറ്റിയ പാട്ടാണത്. അടിപൊളി പാട്ട്. താങ്ക് യു. നല്ല സെലക്ഷൻ. ഞാൻ ആദ്യമൊക്കെ കുറച്ച് ഇതായിട്ട് പറഞ്ഞെങ്കിലും പക്ഷെ നല്ല പാട്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണത്. ഞാനൊരു തമാശ പറഞ്ഞതാണ്, പക്ഷെ ആ പാട്ട് സൂപ്പറായിട്ട് പാടി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്നു. ഈസ്റ്റർ അല്ലേ, എല്ലാ പ്രേക്ഷകർക്കും യു എയിലുള്ള എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഒരു 4 വരി നമുക്ക് ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം നിത്യജീവമേകിടുന്നു ദൈവം ആബാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ ആബാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേയൻ തിരുഹൃദയം ഭൂമിയിൽ എന്നെന്നും നിറവേറ്റിടേണമേ ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവം സത്യജീവമാർഗമാണു ദൈവം.
സതീഷല്ലേ വിളിച്ചത്? സതീഷ് ഹാപ്പി ആയല്ലോ? 4 വരി പാടിയിട്ടുണ്ട്. കറക്റ്റ് 4 വരി. അത് പക്ഷേ 2 തവണ പാടെങ്കിൽ 8 വരി ആയേനെ കേട്ടോ. എനിവേ, അപ്പം നമുക്ക് കോളുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്, ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ, ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ച് കേട്ടോണ്ടിരിക്കുകയാണേ. ഹലോ, ആ ടി വിയുടെ വോളിയം ഒന്ന് കുറയ്ക്കുമോ? ഹലോ, നമസ്കാരം. നമസ്കാരം, എന്തുണ്ട് വിശേഷം? ഹാപ്പി ഈസ്റ്റർ. ആ, താങ്ക് യു. അപ്പം പേരൊന്ന് പറയോ? സുരേഷ്. ആ, എന്തുണ്ട് വിശേഷം? ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ചോ? ഹാപ്പി ഈസ്റ്റർ, താങ്ക് യു. പറയൂ, ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ചോ? ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഓഫീസും ഇല്ലാത്തത് കാരണം അത് ശരി. ഓക്കെ ഓക്കെ. നമ്മുടെ കൂടെ വിനിതയുണ്ട്, സംസാരിച്ചോളൂ. എന്റെ മകനുണ്ട്, എന്റെ വൈഫ് എന്റെ ഒപ്പം ഉണ്ട്. നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. സുരേഷ് എന്നല്ലേ പേര് പറഞ്ഞു? അതെ അതെ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സ്പെഷ്യൽ ഈസ്റ്റർ ആയിട്ട് ഒരു സ്പെഷ്യൽ ഈസ്റ്റർ ഇവന്റ് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈസ്റ്റർ സ്പെഷ്യൽ പാട്ട് ഞാനിപ്പോ പാടിയിരുന്നു. ഒരു 4 വരി പാടി കേട്ടോ. ഏതെങ്കിലും ഒരു 4 വരി. കാലിത്തൊഴുത്തിൽ പിറന്ന, അത് നല്ല പാട്ടാണ്. കാലിത്തൊഴുത്തിൽ പിറന്നവനെ പാടിക്കോട്. ഈ ഫോൺ കട്ട് ചെയ്തിട്ട് പാടി തന്നാ മതിയോ? ആയിക്കോട്ടെ. അപ്പം വൈഫൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് വീട്ടില്? വൈഫുണ്ട്, മകനുണ്ട്. ആ, എല്ലാവരോടും ഞങ്ങളുടെ പ്രത്യേക സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കട്ടോ. ഞങ്ങളുടെ പ്രോഗ്രാം ഇനിയും തുടർന്നും കാണുക, എല്ലാ ദിവസവും കാണുക, സമയം കിട്ടുമ്പോഴൊക്കെ കാണണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ആ പാട്ട് 4 വരി. ചേച്ചി, എനിക്ക് സത്യമായിട്ട് ആ പാട്ട് അറിഞ്ഞോളൂ. ഈ പാട്ട് ചേച്ചി പാടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് ആക്ച്വലി അറിയത്തില്ല, എന്നാലും ഈ പാട്ട് അറിയോ? നമുക്ക് ഒരു പിന്നെ ഇതിനകത്ത് 5 സ്റ്റാർ ഹോസ്പിറ്റലിനകത്തൊരു പാട്ടുണ്ടല്ലോ, വാതിൽ തുറക്കൂ നീ കാലമേ. ആ പാട്ട് അറിയത്തില്ലേ? അറിയില്ലേ? അത് പാടാം. ഒരു സെക്കൻഡേ. ഓക്കെ, എൻ്റെ മൈക്ക് 2 പേർ കൂടെ പാടാം. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പൊളയുന്ന നേരത്തു ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പൊളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ. വിളിച്ച് സുരേഷ് ഏട്ടനല്ലേ ദുബായിൽ നിന്ന്? പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്നൊരു പാട്ട് പറഞ്ഞു തരുന്നത്. മറ്റേത് ഏത് പാട്ടായിരുന്നു? ഇസ്രായേലിന. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. ബാക്കി എനിക്ക് വരികൾ അറിയത്തില്ല. എന്തായാലും നാളെ വരുന്ന സിംഗറിനോട് ഞാൻ പറയും ഒരു ഈസ്റ്റർ സ്പെഷ്യൽ പാട്ട്. ഞാൻ പെട്ടെന്ന് ഓർത്തതുമില്ലായിരുന്നു. എനിവേ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അതോ ഒരു പാട്ടിൻ്റെ പല്ലവി അനുപല്ലവി പാടി നിർത്താം? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തൊരു പാട്ടുണ്ട്. ഏത് പാട്ടാണ് അടുത്തത്? ഞാൻ ജാക്ക് ബോട്ട് ഫിലിമിലെ താഴ്വാരം.
ആ പാട്ടല്ലേ? പല്ലവി അനുപല്ലവി പാടി നിർത്താം. അടുത്തത് ന്യൂസാണ് വരുന്നത്. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നാളെ കാണാൻ വീണ്ടും 6-7 മറ്റൊരു അതിഥിയുമായിട്ട് നിങ്ങളോടൊപ്പം അനുജ. ടാറ്റ ബൈ ബൈ. അപ്പോൾ താഴ്വാരം പല്ലവി അനുപല്ലവി.